ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. Am I jet feet, Copo, bring the noise, bring the heat. Step into the beat, watch them move in they seat. Mic in hand, crowd in the palm, I'm a showstopper. Lyrics ring. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി രേഖാചിത്രം. രേഖാചിത്രം എന്ന മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ കുറ്റാന്വേഷണ കഥയാണ്. ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ. പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വേണു കുന്നപ്പള്ളി. ലെജൻഡറി പ്രൊഡ്യൂസറാണ്. പഴയ സിനിമകളൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. റൈറ്റും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത് രാമു സുനിലാണ്. മ്യൂസിഷ്യൻ മുജീബാണ്. സ്ക്രീൻ പ്ലേ ജോണാണ്. സിനിമാറ്റോഗ്രാഫി അപ്പു ആണ്. എഡിറ്റർ ഷമീർ. ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കടക്കാം. ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ അടിപൊളി ഒരു കുറ്റാന്വേഷണ കഥ അങ്ങനെ പറയാം. വ്യത്യസ്തമായ പ്രമേയത്തിലൂടെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒരു തുള്ളി പോലും നമുക്ക് ലാഗ് അനുഭവപ്പെട്ടില്ല സിനിമയിൽ. അതാണ് സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്സിൻ്റെ എത്രമാത്രം മികവ് പുലർത്തിയെന്ന് നോക്കാം. ജോഫിൻ ടി ചാക്കോ ഡയറക്ടർ. നല്ല പക്ക രീതിയിൽ പുള്ളി സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പം സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ തിരക്കഥ രാമു സുനിൽ. നല്ല അടിപൊളി തിരക്കഥയായിരുന്നു. എനിക്ക് നല്ലൊരു ജീവനുള്ളൊരു തിരക്കഥയായിട്ട് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതുപോലെ തിരക്കഥ സാധാരണ കാണാറില്ല. അതുപോലെ മ്യൂസിക് അങ്ങനെ കണ്ടവാനം അടിപൊളി മ്യൂസിക്കൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ സന്ദർഭത്തിനനുസരിച്ചുള്ള മ്യൂസിക് ഇതിൻ്റെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകരൻ. സിനിമാറ്റോഗ്രാഫി രക്ഷയില്ലായിരുന്നു. ഷോട്ട് ബൈ ഷോട്ട് നോക്കുമായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു പഴയ കാലഘട്ടം 1983 ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വ്യക്തമായിട്ട് തോന്നി. ആ സിനിമ കാലഘട്ടവും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്തൊരു സിനിമ പോലെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് മുമ്പ് സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ അകത്തൊരു അന്വേഷണ കഥയെക്കുറിച്ചാണ് ഇതിൻ്റെ അത് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു എഡിറ്റിങ് നല്ല പക്കയായിരുന്നു. അത് ഷമീർ മുഹമ്മദാണ് ചെയ്തിരിക്കുന്നത്. അതും കൊള്ളായിരുന്നു. ഇനി നമുക്ക് സിനിമയുടെ ഒരു ഇതിലേക്ക് തന്നെ കിടക്കാം. അഭിനയ മികവ് എടുത്ത് നോക്കി ആരൊക്കെയായിരുന്നു ഇതെന്ന് നോക്കാം. ആസിഫ് അലിയാണ് നായകൻ. ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസർ വേഷമാണ് പുള്ളി ചെയ്തിരുന്നത്. കൊള്ളായിരുന്നു എന്ന് തന്നെ പറയാം. ഇതുവരെ കണ്ടു വന്നൊരു ആസിഫ് അലി ആയിട്ടല്ല എനിക്ക് തോന്നിയത്. ഒരു മടിയനായ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് കഴിവുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് ഉയർന്നു വരുന്ന രീതിയിലുള്ളൊരു കഥയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ളത് അനുശ്വര്യരാജനാണ്. പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ അത് നായികയൊന്നും പറയാൻ പറ്റത്തില്ല. ലീഡിങ് റോള് തന്നെയാണ്. സസ്പെൻസാണ്. കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. പിന്നെ മനോജ് കെ ജയൻ്റെ ഒരു ശക്തമായൊരു കഥാപാത്രമാണ്. ഒന്നും പറയാനില്ല. അത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഹാരിസ് രാഘവനെയൊക്കെ ഒരു വേറിട്ട രീതിയിലാണ് കാണിച്ചത്. കൊള്ളായിരുന്നു. സിദ്ദിഖ് കുറച്ചേ ഉള്ളൂ, പക്ഷേ കൊള്ളായിരുന്നു. ഇന്ദ്രൻസ് കിട്ടിയിരിക്കുന്നത് നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും. പിന്നെ ജഗദീഷ്, നിശാന്ത് സാഗർ, ബാമാരുൺ കാസ്റ്റിങ് പക്കയായിരുന്നു. പിന്നെ മമ്മൂട്ടിയെ കാണിക്കുന്നുണ്ട്. അത് VFX ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. VFX ആണോ ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതും കൊള്ളായിരുന്നു. വരുന്നുണ്ട് പുള്ളി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഗസ്റ്റ് റോൾസ് ഉണ്ട് ഇതിൻ്റെ അത്. സിനിമയ്ക്ക് ആവശ്യമായ രീതി തന്നെയാണ് അത് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം സിനിമയ്ക്കകത്തൊരു കുറ്റാന്വേഷണ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കഥാപാത്രങ്ങൾക്ക് ഇതിൻ്റെ അത് വന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു കുറ്റാന്വേഷണ സിനിമകൾ കാണുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം വ്യത്യസ്തമായൊരു പ്രമേയമാണ്. ഇതുവരെ ഇറങ്ങാത്ത ടൈപ്പ് ഓഫ് ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ തന്നെ വയ്യ. പിന്നെ പറയാനാണെങ്കിൽ
ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടം നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ ട്വിസ്റ്റും കാര്യങ്ങളും കഥയുടെ പോക്കും ഒക്കെ നമ്മളെ ഒരു ലാഗ് അടുപ്പിച്ചില്ല. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. ലാഗേ തോന്നിയില്ല. കാരണം കണ്ടങ്ങ് ഇരിക്കാൻ തോന്നും. നമ്മൾ ആ സിനിമയിലങ്ങ് അലിഞ്ഞു ചേർന്ന് പോകും. ആ രീതിയിലുള്ളൊരു ഡയറക്ഷനും ഒരു കഥയാണ് സിനിമയ്ക്ക് തന്നിരിക്കുന്നത്. സിനിമയുടെ തിരക്കഥ നല്ലതായിരുന്നു. രക്ഷയില്ലാത്ത തിരക്കഥയായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഇതാണ് സിനിമയുടെ ഒരു പോസിറ്റീവ്. ഇനി നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയ കാര്യം കണ്ടമാനം സോങ്സ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സിനിമകൾ സോങ്സ് ഒന്നും കാണില്ല. അതായിരുന്നു എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം. മറ്റൊന്നും എനിക്കങ്ങനെ വലിയൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഇത്രയാണ് മൂവിയെ കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ മൂവി നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വൺ ലൈഫ്, വൺ ഡ്രീം, വൺ ഫാഷൻ. ചാവോ.